നമസ്കാരം. നിങ്ങൾ ഓസ്ട്രേലിയയിൽ 491 വിസ ഹോൾഡറാണോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുഞ്ഞുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ 191 വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഇടുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളിന്ന് 191 വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഇടുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ 491 വിസ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പ് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് മെഡിക്കൽ അസസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. നിങ്ങളൊരു ഏജൻറ്റ് ത്രൂ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ പേപ്പർ വർക്കും അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഒറിജിനൽ പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഹെൽത്ത് എക്സാമിനേഷൻ പോകുമ്പോൾ. പിന്നെ എമി അക്കൗണ്ടിൽ നമ്മളുടെ കറണ്ട് അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ 491 വിസയിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ എപ്പോഴെങ്കിലും വീട് അഡ്രസ്സും മൊബൈൽ നമ്പറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ആദ്യം ചെയ്യണം. കാരണം നമ്മൾ ഇടുന്ന ഈ ആപ്ലിക്കേഷനിൽ അഡ്രസ്സ് മാച്ച് ആയിരിക്കണം നമ്മളുടെ എമി അക്കൗണ്ട് അഡ്രസ്സായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ പഴയ എമി അക്കൗണ്ടിൽ കയറിയിട്ട് യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അത് ലോഗിൻ ചെയ്തതിന് ശേഷം ന്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹെൽത്ത് ഡിക്ലറേഷൻ ടാബ് വരും. അതിനുശേഷം എഗ്രി ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ 191 വിസ സെലക്ട് ചെയ്തതിന് ശേഷം നോ ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടി വരും. ആ ഡീറ്റെയിൽസ് അക്കോർഡിംഗ് ടു പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആയിട്ട് മാച്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഐഡൻറ്റി കാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഗ്രാൻഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യേണ്ടി വരും. എല്ലാ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ അക്കോർഡിംഗ് ടു നിങ്ങളുടെ ചൈൽഡിൻ്റെ ഇതനുസരിച്ചായിരിക്കും. ഇവിടെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ബർത്ത് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം മറ്റുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൺഫേം കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇനി അഡീഷണൽ ആപ്ലിക്കൻ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ട്രാവൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ന്യൂ ബോൺ ആയതുകൊണ്ട് കൊച്ചു ജനിച്ച ഡേറ്റാണ് കൊടുക്കേണ്ടത്. ഇവിടെ രണ്ടും നോ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് വായിക്കാം. അതിനുശേഷം താഴെ നമുക്ക് ഫോം 1442 ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വായിച്ചു നോക്കാം ഡീറ്റെയിൽസ്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഏറ്റവും താഴെ സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു പേജ് ഓപ്പൺ ആയി വരും. ആ പേജിൽ നമ്മളുടെ ഹെൽത്ത് എക്സാമിനേഷൻ ഹെൽത്ത് അസസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു പേജ് ഓപ്പൺ. ആ പേജിൽ ഓർഗനൈസ് യുവർ ഹെൽത്ത് എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹാപ്പ് ഐ ഡി ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു റഫറൽ കിട്ടും. ആ റഫറലിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നമ്മുടെ ഡീറ്റെയിൽസ് നോക്കുക. ഏതാ മെഡിക്കൽ എക്സാമാണ് ചെയ്യേണ്ടതെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഭൂപ്പ മെഡിക്കൽ വിസ സർവീസിൻ്റെ വെബ്സൈറ്റിൽ പോയതിന് ശേഷം നമുക്ക് ആക്ച്വലി അവർ പറയുന്നുണ്ട് ഓൾറെഡി ഹൈ ഡിമാൻഡാണ്, അതുകൊണ്ട് ഡിലേ ഉണ്ടാവുമെന്നുള്ളത് ഓൾറെഡി അവർ പറയുന്നുണ്ട്. നമ്മൾ ഇതാവശ്യമുള്ളവർ കുറച്ച് നേരത്തെ ഇരിക്കുന്ന ഈ ഹെൽത്ത് എക്സാമിനേഷൻ വേണ്ട ആളുകൾ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ച് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നമ്മൾ മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു പേജ് വരും. അല്ലാതെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഹാപ്പ് ഐ ഡി ഉണ്ടായിരിക്കണം, വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. മറ്റുള്ള ഡീറ്റെയിൽസ് നമുക്ക് വായിച്ചു നോക്കാം. അതിനുശേഷം സ്ക്രോൾ ഡൗൺ താഴെ വരുമ്പോൾ ന്യൂ ഇൻഡിവിജ്വൽ ബുക്കിംഗ് അതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. നമ്മുടെ സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ സബർബ് പോസ്റ്റ് കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കാം അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ മെഡിക്കൽ നമുക്ക് അവൈലബിൾ ഉള്ളതെന്ന് കാണിക്കും. ഇപ്പോൾ ഞാൻ റോക്ക്ഹാംപ്ടൺ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ചെയ്യുക. ഹെൽത്ത് എക്സാമിനേഷൻ 501 ആണ് സെലക്ട് ചെയ്യുന്നത്. അത് ഓൾറെഡി നമ്മളുടെ റഫറൽ ലെറ്ററിൽ കാണിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കൺവീനിയൻറ്റ് ഡേറ്റ് സെലക്ട് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഡേറ്റും ടൈമും സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ വിസ സബ് ക്ലാസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. 191 വിസയാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം ഹാപ്പ് ഐ ഡി മറ്റുള്ള ഡീറ്റെയിൽസും നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചേഞ്ച് കൊടുക്കുമ്പോൾ നമുക്ക്
അതിൻ്റെ ഒരു കൺഫർമേഷൻ പേജിലേക്ക് പോകും. ആ പേജിൽ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. കറക്റ്റാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സക്സസ്ഫുള്ളി ആയിട്ട് നമുക്കൊരു ഇമെയിൽ ലഭിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാണിക്കും. എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ എന്തായാലും ഹോൾഡ് ചെയ്തിരിക്കണം എക്സാമിനേഷൻ പോകുന്ന സമയത്ത്. അതുപോലെ എക്സാമിനേഷൻ പോകുന്ന സമയത്ത് മസ്റ്റായിട്ടും പാസ്പോർട്ട് ഉണ്ടായിരിക്കണം, റഫർ ലെറ്റർ ഉണ്ടായിരിക്കണം, നമ്മളുടെ ഈ മെഡിക്കൽ വിസ സർവീസിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രിൻ്റ് ഔട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഹാപ്പി ഐ ഡി ക്രിയേറ്റ് ചെയ്യണതെന്നും അതെങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ 491 വിസയിൽ ആരെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.